ഏഴാമിനെ കുറിച്ച് പറയുമ്പോൾ ടോവിനോയുടെ കരിയറിൽ തന്നെ 50ാമത്തെ ചിത്രം ഒരു പാൻ റിലീസും അതും 3D ചിത്രം എന്ന പ്രത്യേകത ഉണ്ട്. പാൻ എന്നും പറയും മലയാളത്തിൽ പുറമെ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകൾ ഏഴാം റിലീസ് ചെയ്തിരുന്നു. ഒരു 3D വിസ്മയം തന്നെയാണ്. എനിക്കൊന്ന് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് മലയാളത്തിൽ രണ്ടാമതായി അല്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഓറത്തിൽ വരുന്ന ഒരു 3D വിസ്മയ ചിത്രമാണ് അജയൻ രണ്ടാം വർഷം എന്ന് പറഞ്ഞ ചിത്രം. കാശി നോക്കി കഴിഞ്ഞാൽ ടോവിനോ തോമസ്, കൃതി ഷെട്ടി, സുധീഷ്, ബേസിൽ ജോസഫ്, അജു വർഗീസ് അവിടെ പ്രധാനമായും കാസ്റ്റിംഗായി വരുന്നുണ്ട്. ജിതിൻ ലാലാണ് ഇതിന്റെ ഡയറക്ഷൻ. സുജിത് നമ്പ്യാരാണ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ലിസ്റ്റിൻ സ്റ്റഫിനായിരുന്നു ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3 കാലഘട്ടത്തിലൂടെയാണ് ഏറാം മുന്നോട്ട് പോകുന്നത്. അജയൻ, മണിയൻ, കേളു, ഈ 3 കഥാപാത്രങ്ങൾ 3 കാലഘട്ടങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 3 തലമുറയിൽപ്പെട്ട കഥാപാത്രങ്ങളാണ് വിശേഷം സാധിക്കും. അതാണ് പടത്തിന്റെ ഒരു ഇതിവൃത്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കേളു എന്ന് പറയുന്ന ഒരു വീരനായകനായിട്ട് വരുമ്പോൾ മണിയൻ ഒരു കള്ളനും അജയൻ ഒരു സഹായകനുമാണ്. ഈ മണിയനും അജയനും തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതായത് മീൻസ് എന്ന് പറയുന്ന ആ 2 കഥാപാത്രങ്ങളും ബാധിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് പ്രധാനമായി കഥ മുന്നോട്ട് പോകുന്നത്. മണിയനെ വേണമെങ്കിൽ ഇതിൻ്റെ നായകനായിട്ട് വേണമെങ്കിൽ നമുക്ക് വില്ലനായിട്ട് പറയാൻ സാധിക്കും. കാരണം ഒരു പ്രത്യേക ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇമോഷണലായിട്ട് കണ്ടു ചെയ്യുക അല്ലെങ്കിൽ ഒരു കൈയടിക്കാവുന്ന ഒരു തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് മണിയനെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ടോവിനെ ചെയ്തു വെച്ചിട്ടുള്ള മണിയനായിട്ടുള്ള ആ കള്ളൻ്റെ കഥാപാത്രം. തീർച്ചയായിട്ടും മികച്ച ഒരു ബോഡി ലാംഗ്വേജും ഒരു ഡയറക്ഷനും സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീരമായി തന്നെ ടോവിന് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പല ഒരു സ്ലാഗ് തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു എഫക്ട് കൊടുത്തിട്ടുണ്ടാവുക മണി എന്ന് പറയുന്ന ആ കള്ളനിലേക്കായിരിക്കും. അത് ഗംഭീരമായി തന്നെ പല സീൻസ് ചെയ്തു. അതിന് സപ്പോർട്ടായിട്ട് ജിതിൻ ലാൽ എന്ന് പറയുന്ന ആ ഡയറക്ഷനും വിഷ്വൽ സൈഡും ബാലൻസ് സ്കോറും എല്ലാ കാര്യങ്ങളും ഒരു ഓക്കെ ലെവലിൽ തന്നെയാണ് എല്ലാവരും ചെയ്തു വെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഒരു എന്താ പറയുക അജയൻ്റെ രണ്ടാം വർഷം തീർച്ചയായിട്ടും എല്ലാം തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു നല്ല ഗംഭീരമായ തന്നെ ചിത്രം തന്നെയാണ് ഏആറും. അത് നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ 3D കുറച്ചൊരു ഇമ്പ്രസീവായി തോന്നുന്ന രീതിയിൽ തന്നെ പോയി കാണാം എന്ന് ഞാൻ പറയണം. അപ്പോൾ ഏആറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യം വീഡിയോ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. അതിനും ബൈ ഫ്രണ്ട്സ്.